നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീം ബാർസ്. പരവൂർ ദുരന്തത്തിൽ കുത്തഴിഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദം. പ്രധാനമന്ത്രി വന്നത് ബുദ്ധിമുട്ടായി എന്ന് DGPയെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. തന്നെ മറികടന്ന് DGPയോട് പ്രത്യേക റിപ്പോർട്ട് തേടിയതിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് അതൃപ്തി. അപാകതയില്ലെന്ന് ചെന്നിത്തല. പരവൂർ ദുരന്തത്തിൽ പരിക്കേറ്റവർക്കുള്ള സഹായധന വിതരണം പാളി. വില്ലേജ് ഓഫീസിൽ ഇരകളുടെ നീണ്ട കാത്തിരിപ്പ്. പ്രതിഷേധവുമായി GS ജയലാൽ MLAയുടെ കുത്തിയിരിപ്പ്. രാഷ്ട്രീയവൽക്കരണം പാടില്ലെന്ന് മുഖ്യമന്ത്രി. കാലതാമസം നടപടിക്രമങ്ങളുടേത്. പരവൂർ ദുരന്തത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴയുന്നു. പ്രധാന കരാറുകാരനും ഭൂരിഭാഗം കമ്മിറ്റിക്കാരും ഇപ്പോഴും ഒളിവിൽ. മുഖ്യ കരാറുകാരന്റെ സഹോദരൻ കൊച്ചുമണി അറസ്റ്റിൽ. കമ്പം നടത്താൻ കൊച്ചുമണിയും ഉണ്ടായിരുന്നുവെന്ന് സൂചന. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ 2 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. IT ജീവനക്കാരായ പ്രതികൾക്കെതിരെ കൊലയും ഗൂഢാലോചനയും തെളിഞ്ഞു. കുഞ്ഞിനെയും ഭർത്തൃമാതാവിനെയും കൊന്ന അമ്മയ്ക്കും കാമുകനും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വിമതശല്യത്തിൽ ഉലഞ്ഞ് UDF. തിരുവല്ലയിൽ ജോസഫ് പുതുശ്ശേരിക്കെതിരെ കേരള കോൺഗ്രസ് നേതാവ് രാജു പുളിമ്പള്ളി വിമതൻ. ഇരിക്കൂറിൽ KC ജോസഫിനെതിരെ സേവ് കോൺഗ്രസിന്റെ അബ്ദുൽ ഖാദർ മത്സരിക്കും. റാന്നിയിൽ സേവാദൾ നേതാവും വിമതനാകും. ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ഗൗരിയമ്മയോട് കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടിയോ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് ഗൗരിയമ്മ. ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടെന്ന് പാർട്ടിയിൽ ഭൂരിപക്ഷ അഭിപ്രായം. തീരുമാനം ഗൗരിയമ്മയ്ക്ക് വിട്ടു. കോടികളുടെ കടം വീട്ടാതെ മുങ്ങിയ വിജയ് മല്യയുടെ പാസ്പോർട്ട് സസ്പെൻഡ് ചെയ്തു. ജാമ്യമില്ല അറസ്റ്റ് വാറന്റിന് നടപടിയെടുക്കും. നിസ്സഹകരണം തുടർന്നാൽ പാസ്പോർട്ട് റദ്ദാക്കും. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. പൂരം ആചാരപ്രകാരം തന്നെ നടത്താൻ മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ ധാരണ. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. പരവൂർ അപകട ദിവസം പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും എത്തിയത് പോലീസിന് ബുദ്ധിമുട്ടായെന്ന് DGP. രക്ഷാദൗത്യത്തിനിടയിൽ VIP സുരക്ഷയും ഒരുക്കേണ്ടി വന്നുവെന്ന് SPGയെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലെന്നും DGP വ്യക്തമാക്കി. എന്നാൽ DGPയെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. DGP ഉന്നയിച്ചത് സുരക്ഷാ പ്രശ്നം മാത്രമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ദുരന്തഭൂമിയിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്ന് SPG അറിയിച്ചപ്പോൾ തന്നെ സുരക്ഷയൊരുക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് DGP TP സെൻകുമാർ വ്യക്തമാക്കിയത്. ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടക്കുകയാണെന്നും സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായി മാറ്റിയിട്ടില്ലെന്നും അതുകൊണ്ട് സന്ദർശനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നുമായിരുന്നു DGPയുടെ നിലപാട്. എന്നാൽ SPG ഇക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിച്ചെങ്കിലും പ്രധാനമന്ത്രി അന്ന് തന്നെ കേരളത്തിൽ വരാൻ തീരുമാനമെടുത്തു. ഇതോടെ താൻ നിർബന്ധിതനാവുകയും ആവശ്യമായ സുരക്ഷയൊരുക്കുകയുമായിരുന്നുവെന്നും DGP ഒരു ദേശീയ മാധ്യമത്തിനോട് പറഞ്ഞു. അതേസമയം DGPയുടെ നിലപാട് തള്ളി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തി. ഇക്കാര്യത്തിൽ DGPയുടെ നിലപാടല്ല സർക്കാരിനുള്ളതെന്നും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും എത്തിയത് ജനങ്ങൾക്ക് ആശ്വാസമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വരവ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നു. ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയും CPMന്റെ ജനറൽ സെക്രട്ടറി ശ്രീ യെച്ചൂരിയും വന്നത് ഏറ്റവും ആശ്വാസകരമായിരുന്നു. സുരക്ഷാ പ്രശ്നം മാത്രമാണ് DGP ചൂണ്ടിക്കാട്ടിയതെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള SPG കവറുള്ള ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അവർ 2 പേരും ഇവിടെ വന്നുകൊണ്ട് ഒരു അപാകതയില്ല. അത് DGP പറഞ്ഞതിനെ നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. പരവൂർ ദുരന്തത്തിൽ DGPയോട് പ്രത്യേക റിപ്പോർട്ട് തേടാനുള്ള മന്ത്രിയുടെ തീരുമാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയെ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിച്ചു. പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ്. ഇത് അവഗണിച്ച് DGPയോട് വീണ്ടും വിശദീകരണം തേടാനുള്ള മന്ത്രിയുടെ തീരുമാനം തന്നെ കുറച്ചു കാട്ടുന്നതിന് തുല്യമാണെന്ന് നളിനി നെറ്റോ പരാതിപ്പെട്ടു. നടപടിയിൽ അപാകതയില്ലെന്ന് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു. പരവൂർ ദുരന്തത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ചാത്തന്നൂർ ACP പരവൂർ CI എന്നിവർക്കെതിരെ നടപടി വേണമെന്നുമായിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഇത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറിയിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി, ക്രൈംബ്രാഞ്ച് DGP, ഇന്റലിജൻസ് ADP എന്നിവരിൽ നിന്നെല്ലാം വിശദീകരണം തേടിയ ശേഷമായിരുന്നു ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കിയതും. എന്നാൽ റിപ്പോർട്ട് നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ DGPയോട് സർക്കാർ വിശദീകരണം തേടിയതിലാണ് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണിതെന്ന് ആഭ്യന്തര സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യത്തിലുള്ള അതൃപ്തി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചതായും സൂചനയുണ്ട്. അതേസമയം DGPയോട് റിപ്പോർട്ട് തേടിയതിൽ അപാകതയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആഭ്യന്തര സെക്രട്ടറി തന്നെ അതൃപ്തി അറിയിച്ചിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നോടൊരു അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ മാധ്യമ വാർത്തകൾ മാത്രമാണ്. ഈ പരവൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട്
ആഭ്യന്തര വകുപ്പിലെ പോലീസാണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അതേസമയം പോലീസിന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് ഇത്തരത്തിൽ DGPയിൽ നിന്ന് റിപ്പോർട്ട് തേടിയെന്ന ആരോപണവും ശക്തമാണ്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, BJP നേതാവ് JR പത്മകുമാർ, CPM നേതാവ് മുഹമ്മദ് റിയാസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PC സിറിയക്കിനെയും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ഒരു ദൃശ്യം കണ്ടു കാണുമായിരിക്കും. പരവൂരിൽ സർക്കാർ പ്രഖ്യാപിച്ച 5000 രൂപയുടെ ആശ്വാസ ധനസഹായം അത് അടിയന്തരമായി ഈ പരിക്കേറ്റവർക്ക് എത്തിക്കേണ്ടതായിരുന്നു. അവർക്ക് പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിൽ വിശ്രമിക്കുന്നവർക്കുള്ള ഒരു ആശ്വാസ ധനസഹായം എന്ന നിലയിലാണ് ഈ 5000 രൂപ പ്രഖ്യാപിച്ചത്. ആ 5000 രൂപ പോലും അവരുടെ വീടുകളിലെത്തിയില്ല. അവർ പരവൂർ വില്ലേജ് ഓഫീസിൻ്റെ പടിക്കെട്ടുകൾ കയറി ഇറങ്ങുകയാണ്, അവിടെ കുത്തിയിരിക്കുകയാണ്. സ്ഥലം MLA അടക്കം പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനിടയിലാണ് 2 ഉന്നത ഉദ്യോഗസ്ഥർ ചേരിതിരിഞ്ഞ് ഈ രീതിയിൽ സർക്കാരിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി അവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, DGP ആവട്ടെ അവിടുത്തെ പോലീസിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആകെ കൂടി സർക്കാർ സംവിധാനങ്ങളെ ഇവരെല്ലാം ചേർന്ന് പരിഹാസ്യമാക്കിയില്ലേ ഈ വിഷയത്തിൽ? അല്ല, ഇതിപ്പോ വലിയ ഒരു ദുരന്തം കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. അതിന്റെ സ്വാഭാവികമായ ഒരു വികാരവിക്ഷുബ്ധമായ ഒരു അന്തരീക്ഷമാണ് പരവൂരിലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിഷയത്തെ സമീപിക്കുന്നത് കുറച്ചുകൂടി ഒരു ഫെയർനെസ്സോടു കൂടി ആകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ദുരന്തം ഗെറ്റ് ഓവർ ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും, അത് പോലീസ് എന്നല്ല, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെന്നല്ല, പാർട്ടികളെന്നല്ല, പ്രതിപക്ഷ പാർട്ടി എന്നല്ല, ഭരണപക്ഷ പാർട്ടി എന്നല്ല, എല്ലാവരും ചേർന്ന് ഒന്നുപോലെ അതിനോട് ചേർന്ന് ഇതുപോലെ ഒരു ഐക്യത്തോടു കൂടി അതിനെ നേരിടുന്ന സമയത്ത് ഒരുപക്ഷെ പറഞ്ഞത് ശരിയായിരിക്കും, 5000 രൂപ അതിൻ്റെ അകത്ത് മഹാഭൂരിപക്ഷം ആളുകൾക്കും എത്തിക്കേണ്ട കാര്യങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഓഫീസിൽ വന്നിട്ടുണ്ടാകും, അവർക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം, അതെല്ലാം ചെയ്യണം. ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു കാര്യങ്ങൾ പോലും അതൊരു ഉയർത്തി ഇതിന്റെ അകത്തൊരു വിവാദങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന നിലയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് ഞാൻ ആദ്യം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ദുഃഖമുള്ള, എല്ലാവർക്കും വേദനയുള്ള, വളരെ വൈകാരികമായ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കുന്നതിന് പകരം ഈ നിലയിൽ അതിനെ സമീപിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പുണ്ട്. പിന്നെ 2 ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ ആഭ്യന്തര സെക്രട്ടറിയും DGPയും ഒക്കെ. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുണ്ടെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അതിനുള്ള ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടതാണ്. ആ നിലയിലുള്ള ഒരവസ്ഥ നിലനിൽക്കുന്നില്ല. ആഭ്യന്തര സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഉചിതമായ നടപടി സർക്കാർ അക്കാര്യത്തിൽ കൈക്കൊള്ളും. അതിനു മുമ്പ് സ്വാഭാവികമായിട്ടും ഏത് നിലയ്ക്കുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഏത് നിലയ്ക്കുള്ള ഫർദർ കാര്യങ്ങളോ ചെയ്യുന്നതിനുള്ള അവകാശവും അധികാരവും സർക്കാരിനുമുണ്ട്. യുക്തമായ നടപടി മാത്യു, ഇവിടെ അതല്ല പ്രശ്നം. താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ, ഈ വിഷയത്തിൽ ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും തമ്മിൽ നേരത്തെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പോലീസ് കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥരെ, താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നു. ജില്ലാ കളക്ടർ ഇതിൻ്റെ ഉത്തരവാദിത്വം പോലീസിനാണെന്ന് വ്യക്തമാക്കുന്നു. ആ തർക്കം അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. അത് മുകളിലേക്ക് വ്യാപിക്കുമ്പോൾ DGP അവിടുത്തെ ജില്ലാ പോലീസ് കമ്മീഷണറെയും താഴെയുള്ള ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള കളക്ടറുടെ നീക്കത്തെ തടയുന്നു. അപ്പോൾ ആഭ്യന്തര സെക്രട്ടറി അതിലിടപെടുന്നു. പോലീസിനാണ് ഉത്തരവാദിത്വം എന്ന് വ്യക്തമാക്കുന്നു. ഈ രീതിയിൽ താഴെത്തട്ടിലുള്ള തർക്കം അതേപടി മുകളിലേക്ക് എത്തുകയും അവിടെ 2 ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ തലപ്പത്തുള്ള DGPയും സംസ്ഥാന സർക്കാരിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണല്ലോ ആഭ്യന്തര സെക്രട്ടറി, അവരും 2 തലത്തിൽ പ്രതികരിക്കുകയും സർക്കാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇതിൽ മനഃപൂർവ്വം ഒരു വിവാദം ഉണ്ടാക്കുന്നതല്ല എന്ന് താങ്കൾക്ക് നന്നായി അറിയാം. സർക്കാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അതായത് പോലീസിനെ സർക്കാർ സംരക്ഷിക്കുകയും ജില്ലാ ഭരണകൂടത്തെ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന ആക്ഷേപം കൂടി ഉയരുകയാണ് ഇവിടെ. ഞാൻ ലളിതമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോ ഈ പോലീസും ഈ ജില്ലാ ഭരണകൂടം സർക്കാരിന്റെ ഭാഗമല്ലേ? തീർച്ചയായും. സർക്കാർ പോലീസിനെ സംരക്ഷിക്കുന്നു, ജില്ലാ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് ആ നിലയിൽ നമ്മൾ അതിനെ സമീപിച്ചാൽ തോന്നും ഈ ജില്ലാ ഭരണകൂടം സർക്കാരിന്റെ ഭാഗമല്ല എന്ന്.
ശരിയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും മാത്യു ചോദിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈ വെടിക്കെട്ടിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടക്കുന്നുണ്ടല്ലോ. ആരാണ് അതിന് അനുമതി നൽകിയത്? അത് പോലീസിന് ജില്ലാ ഭരണകൂടം അതിന് അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ പോലീസിൻ്റെ അനുമതിയോടുകൂടി അവിടെ നടന്നു. അപ്പോൾ പോലീസിനെ ആരൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വമാണ് അതിന് പിന്നിലെന്ന് ആക്ഷേപം ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വിവരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസ് അവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്ന പരാതി ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഞാൻ മാത്യു, ഞാൻ താങ്കളിലേക്ക് അല്പസമയത്തിനകം വരാം. താങ്കൾ ഈ ചർച്ചയിൽ തുടർന്നും താങ്കളെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, താങ്കൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളതാണല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ, അത് ആദ്യം തൊട്ട് കളക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. കളക്ടറെ മന്ത്രിസഭാ യോഗത്തിൽ കളക്ടർക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. കളക്ടർ പരസ്യമായി പ്രസ്താവന നടത്തിയത് ശരിയല്ല എന്നായിരുന്നു അന്ന് കളക്ടർക്കെതിരെ ഉണ്ടായ വിമർശനം. ഇന്ന് ആഭ്യന്തര സെക്രട്ടറി ഇന്നലെ നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ജില്ലാ ഭരണകൂടത്തെ സംരക്ഷിക്കുകയും ഇക്കാര്യത്തിൽ കമ്മീഷണർക്ക്, പോലീസ് കമ്മീഷണർക്കും താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും വീഴ്ച വന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. തന്നെയുമല്ല, ആ റിപ്പോർട്ട് DGPക്ക് കൊടുത്ത് അതിന്മേൽ വിശദീകരണം തേടുകയാണ് സർക്കാർ ഇന്ന് ചെയ്തത്. അതിലാണ് ആഭ്യന്തര സെക്രട്ടറിക്കുള്ള അതൃപ്തി അവർ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും അതിനോട് പിന്നീട് ആഭ്യന്തരമന്ത്രി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത്. ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ഭാഗത്ത് നിൽക്കണം എന്നൊരു തോന്നലുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ മുമ്പ് ഇതേ ചാനലിൽ ഇതേ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിനോട് കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരും എല്ലാവരും കൈകോർത്തുകൊണ്ട് സന്നദ്ധ പ്രവർത്തനത്തിൽ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും സംഘടനകളും ഒക്കെ ഇടപെട്ടതാണ്. ഇതൊക്കെ ഇടപെടുമ്പോഴും ഇതിൻ്റെ പാകപ്പിഴകൾ, നാളെ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ പാകപ്പിഴകൾ, ഗുരുതരമായ അലംഭാവം, ഇടപെടലുകൾ ഇത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യണം. ഇത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നൊരു ചർച്ച ഓപ്പൺ ചെയ്യാൻ പോലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഭാഗം കൂടിയാണ് മാത്യു കുളനാടനും ഇവിടെ ഈ ചർച്ച ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കാത്തത്. ഫെയറായി പോകണം. എന്താ ഫെയർ? ഫെയർ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ പോകണം. നല്ല നിലയിൽ പോകാനാണ് ഈ ചർച്ച ഓപ്പൺ ചെയ്യേണ്ടത്. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴാണ് കലക്ടർ എടുത്തിട്ടുള്ള നിലപാട്. കലക്ടർ വേണ്ട എന്ന് പറഞ്ഞ ഒരു കമ്പക്കെട്ട് അത് മത്സരാധിഷ്ഠത്തിൽ നടത്താൻ വേണ്ടി പോലീസ് കമ്മീഷണറുടെ SP-യുടെ നേതൃത്വത്തിൽ അതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നു. തടയാൻ തയ്യാറാകുന്നില്ല. വീടുകളിൽ നോട്ടീസ് വിതരണം ചെയ്യുന്നത് പോലും പോലീസ് അറിഞ്ഞിട്ട് തടയുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണമാണ് കേരളത്തിലെ ഒരു മന്ത്രി, ആ മന്ത്രിയും മന്ത്രിയുടെ ഓഫീസുമാണ് ഇതിനു വേണ്ടി ഇടപെട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പുതിയൊരു കാര്യമാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ, SP-യെയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയും കലക്ടർ ഉൾപ്പെടെ എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി ഇത് തടയാൻ പോകരുത് എന്നുള്ള സമ്മർദ്ദം അത് സൃഷ്ടിച്ചത് കേരളത്തിലെ ഒരു മന്ത്രിയാണ്. ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. മന്ത്രിയുടെ ഓഫീസുമുണ്ട്. ഇത് അന്വേഷണത്തിന് ഭാവിയിൽ തെളിയും. ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നത് വലിയ ആശ്വാസമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് ആശ്വാസമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്? ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല? ഇതൊരു ദേശീയ ദുരന്തമല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. വെടിക്കെട്ടിന്റെ ഭാഗമായി ഇത്രയധികം ആളുകളുടെ ജീവൻ പോയിട്ടില്ല. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ പ്രധാനമന്ത്രി തിരക്ക് പിടിച്ച് സുരക്ഷാ സംവിധാനങ്ങളും വരരുതെന്നുള്ള അഭ്യർത്ഥനയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് അവിടെ പലർക്കും പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സന്ദർശനത്തിന് തയ്യാറായി. എന്തൊക്കെ പറഞ്ഞാലും സന്ദർശിച്ചല്ലോ. എന്നാൽ അങ്ങനെ സന്ദർശനത്തിന് തയ്യാറായ പ്രധാനമന്ത്രി വന്നിട്ടുള്ളത് ആത്മാർത്ഥതയോടുകൂടി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചേനെ. മുഹമ്മദ് റിയാസ്, നമുക്ക് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഭാഗം ആ വിഷയമായതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അടുത്ത ഘട്ടത്തിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് വിശദമായി വരേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ കേട്ടുവല്ലോ. താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയായിരുന്നു. ഈ വിഷയത്തിൽ
പോലീസിനെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ് എന്ന് പറയാൻ കാര്യം ഈ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോൾ നേരത്തെ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ആക്ഷേപങ്ങൾ സർക്കാർ നേരിടുന്നുണ്ട് ഇതിന് അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് പോലീസിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നൽ പല കേന്ദ്രങ്ങൾക്കുമുണ്ട് എന്നതാണ് ആക്ഷേപം. ഞാൻ പൊതുവായി ഈ വിഷയത്തിലൂടെ ആക്ഷേപം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള ചർച്ചകൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുമ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടി ഇത്തരം ചർച്ചകൾ ഉപകരിക്കുമെങ്കിൽ അത് നിങ്ങൾ നടന്നു പോയിക്കോട്ടെ എന്ന് കരുതുകയല്ലേ വേണ്ടത്? അല്ല വിജയകുമാർ, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ എനിക്ക് പിന്നീട് വിജയകുമാറിനോട് ചോദിക്കാനോ അല്ലെങ്കിൽ റിയാസിനോട് ചോദിക്കാനോ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ ഒരു കാര്യം വളരെ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആധികാരികമായി എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാവുന്ന വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ കുറ്റക്കാരായ അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നതിൽ വീഴ്ച പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ സർക്കാർ നടപടിയെടുക്കും, നടപടി ഉണ്ടാകും. ഒരുപക്ഷെ ഒരു ദിവസമോ 2 ദിവസമോ കഴിയും. പക്ഷേ അന്ന് എനിക്കിത് വന്ന് നിങ്ങളോട് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വാർത്തയ്ക്കും ഇന്നും വിവാദങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ മണിക്കൂറിൽ ഇത് ചർച്ച ചെയ്യാം. ഇതാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്. ആഫ്റ്റർ എ ഡേ ഓർ 2 ഇന്ന് നമ്മൾ നടത്തുന്ന ഈ ചർച്ച വളരെ ഇറലവൻ്റ് ആയി പോവുകയാണ്. പക്ഷേ ഇന്ന് ഇത് കേട്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലെങ്കിലും അന്നതുണ്ടാകുമല്ലോ, ഇത് നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു, അത് സത്യമായിരുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ മണിക്കൂറിൽ നടപടിയുണ്ടായി പോലീസിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണല്ലോ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്നത്. ഞാൻ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും, അത് വരുന്ന ദിവസങ്ങളിൽ കാണാം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ വേണമെങ്കിൽ തിരക്ക് കൂട്ടാം, അല്ലെങ്കിൽ ഇല്ലെന്ന ആരോപണം ഉന്നയിക്കാം, സംരക്ഷിക്കുന്നുവെന്ന് ഉന്നയിക്കാം. അത് ഇന്നത്തെ ദിവസം ഈ മണിക്കൂറിലെ വാർത്തയ്ക്ക് വേണ്ടി ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഗുണം ചെയ്യും എന്നുള്ളതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് മറ്റൊരു വശം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തൊരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും നമ്മൾ ഇതുപോലൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ, അതായത് ഈ ഒരു സംഭവം നടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഒരു ഗവേണൻസിന്റെ ഒരു പ്രശ്നം, സർക്കാരുകളുടെ നമ്മുടെ സംവിധാനത്തിന്റെ ഒരു പ്രശ്നമായി ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും റിയാക്റ്റീവാണ്. നമ്മളാരും നമ്മുടെ ഒരു ഗവേണൻസ് പ്രോ ആക്റ്റീവ് അല്ല. ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇനി അതിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും മാറ്റങ്ങൾ വരുത്താനും അല്ലെങ്കിൽ ഇന്ന പോലെ മാറണം, ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷവും ഇത് നടന്നു, അതിൻ്റെ മുന്നിലത്തെ വർഷവും ഇത് നടന്നു. ഇതൊന്നും നിയമത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിനകത്തു നിന്ന് നടന്ന കാര്യങ്ങളല്ല. അപ്പോൾ മാധ്യമങ്ങൾ അതിനെ കാണിച്ചിട്ടുണ്ടാവുക വാനത്ത് വിസ്മയം തീർത്ത പടങ്ങൾ കാണിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചവരും അല്ലെങ്കിൽ അതിനെ വാഴ്ത്തിപ്പാടിയവരും ഒക്കെയാണ് ഇന്ന് പറയുന്നത് ഇത് വലിയ തെറ്റായി പോയെന്ന്. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കേണ്ട വിജയകുമാർ, ഇപ്പോൾ ഇതൊന്നും സംഭവിച്ചില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ റിയാസിൻ്റെ ഒരു വളരെ ഒരു പക്വമായ ഒരു റിയാക്ഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ വ്യൂ അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഉത്സവത്തിൻ്റെ തലേ ദിവസം പോലീസ് അമ്പലത്തിൽ കയറി അല്ലെങ്കിൽ അമ്പലവളപ്പിൽ നിന്നും ഈ സ്ഫോടക വസ്തുക്കളടക്കം മുഴുവൻ പിടിച്ച് ആ ഉത്സവം മുടങ്ങി എന്നിരിക്കട്ടെ, സപ്പോസ് ടു ബി, അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല എന്നിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ ചർച്ച എന്തായിരിക്കും? പോലീസ് അമ്പലത്തിൽ കയറി ഇതെല്ലാം ഞാൻ ആരെയും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ദർ ഈസ് എ സൊസൈറ്റൽ പ്രഷർ. ഒരു ഇതുപോലത്തെ കാര്യങ്ങൾ വളരെ സെൻസിറ്റീവാണ്, പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ റിയാസിൻ്റെ പാർട്ടി അധികാരത്തിലല്ലാത്തതുകൊണ്ട്, റിയാസിൻ്റെ നേതാക്കന്മാർ മന്ത്രിമാരല്ലാത്തതുകൊണ്ട് ഹീ ക്യാൻ ഗോ ഔട്ട് ഓഫ് ദ വേ. പുള്ളിക്ക് ഏത് നിലയിലും ബാറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലാണ്. പക്ഷേ ദ ഫാക്ട് റിമെയിൻസ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. പോലീസ് പ്രോ ആക്റ്റീവായിട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ രാജ്യത്തെ അവസ്ഥ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും പറയുക? ശരിയാണ്, നിയമലംഘനമാണ് നടന്നിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റം വി നീഡ് ടു ഡെവലപ്പ് എ ലോട്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ പോലും ഇന്നത്തെ ജില്ലാ ഭരണകൂടം തടഞ്ഞ ഒരു വെടിക്കെട്ട് മത്സരം, അത് പോലീസ് ഇടപെട്ട് ആ തടയാനുള്ള ഉത്തരവ് ക്ഷേത്ര പരിസരത്ത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ അതിൽ ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് മാത്യു കരുതുന്നത്? അത് ഒരു നല്ല കാര്യം പോലീസ് ചെയ്തു, മത്സര വെടിക്കെട്ട് നടത്താൻ പാടില്ല, അത് കേരളത്തിൽ നടത്താൻ പാടില്ല, അതിന് അനുകൂലമായി പോലീസ് ഒരു സ്റ്റാൻഡ് അവിടെ എടുത്തിരുന്നുവെങ്കിൽ ആ പോലീസിനൊപ്പം ആവില്ലേ പൊതുസമൂഹം? അതിനെന്താണ് സംശയം? എന്ന് പറയുന്നതിൽ വിജയകുമാറിന് ആധികാരികമായി സ്ഥാപിക്കാൻ കഴിയുമോ? ചോദിച്ചോളൂ.
റിയാസ് വിജയകുമാർ ഇതിനോട് Yes, കൂട്ടി come on. ചോദിക്കുകയാണ് ഞാൻ. മാത്യുവിന് ഉത്തരം പറയാൻ സൗകര്യം. അതായത് മാത്യു ഇവിടെ പറയുന്നത് കേട്ടാത്തൊന്ന് ഉത്സവത്തിന്റെ അന്ന് പോയി പോലീസ് ഇത് തടയണമെന്നാ. ഉത്സവത്തിന്റെ അന്നല്ല, എത്ര ദിവസം മാത്യു ഇതുമായി ബന്ധപ്പെട്ട് മത്സര കമ്പക്കെട്ടിന്റെ നോട്ടീസ് ഉൾപ്പെടെ വിതരണം ചെയ്തു. 8-9 ദിവസം പോലീസിന് കിട്ടിയിരുന്നു. 8-9 ദിവസം, അല്ലാതെ അന്ന് രാവിലെ പോയി പിടിച്ചൊരു കുഴപ്പമുണ്ടാക്കണം എന്നല്ല. 8-9 ദിവസം മുമ്പ് കിട്ടിയിരുന്നു. നിയമവിരുദ്ധമാണ്, കലക്ടർ അറിയിക്കുന്നു. എന്തുകൊണ്ട് ഈ 9 ദിവസം പോലീസ് ഇടപെട്ടില്ല? പോലീസ് ഇടപെട്ടില്ലെങ്കിൽ പോലീസിനെ ഇടപെടിക്കേണ്ട ആഭ്യന്തര വകുപ്പല്ലേ, കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. അതോടൊപ്പം ഈ കമ്പക്കെട്ട് 9 ദിവസം മുമ്പ് തടഞ്ഞതുകൊണ്ട് ഉത്സവം നടക്കാതെ പോകുന്നില്ല. ഉത്സവം നടക്കാതെ പോകുന്ന പ്രശ്നം വരുന്നില്ല. അങ്ങനെയാണ് ഹൈക്കോടതി ഓർഡർ, രാത്രി കമ്പക്കെട്ട് പാടില്ല എന്നുള്ള ഓർഡർ വന്നല്ലോ. 2003 ഇതേ ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡർ പ്രകാരം അളവ് പറയുന്നുണ്ട്. അളവ്, ക്വാണ്ടിറ്റി, വാട്ട് മസ്റ്റ് ബി ദി ക്വാണ്ടിറ്റി. ആ ക്വാണ്ടിറ്റി പ്രകാരമല്ലാതെ ഇതിന് തയ്യാറായി എന്നുള്ളതാണ് പ്രശ്നം. ഇത് തടയാൻ 9 ദിവസം സർക്കാരിന് മുമ്പിലുണ്ടായി. 9 days മാത്യു തടഞ്ഞില്ലെന്ന് മാത്രമല്ല, SP-യെ ഒരു മന്ത്രി വിളിക്കുന്നു, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്നുള്ളതാ പ്രശ്നം. മന്ത്രിയാരെന്ന് ഞാനിപ്പോ പറയുന്നില്ല, നാളെ ഈ നാട് അറിയും. ഈ വിഷയത്തിൽ നമുക്ക് പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ള വിശദാംശങ്ങൾ ആയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ കടക്കേണ്ടതില്ല. മറ്റൊരു വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ അതിഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഈ തിരക്കിനിടയിൽ, ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ സന്ദർശിക്കാനെടുത്ത തീരുമാനത്തിൽ തന്നെ ഔചിത്യമുണ്ടായിരുന്നില്ല എന്ന് ഭംഗ്യന്തരേണ DGP സൂചിപ്പിച്ചു. അതൊരു മാധ്യമം, ഒരു ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂചനകൾ അതാണ്. ഒന്നത്. രണ്ട്, പ്രധാനമന്ത്രി വന്നിട്ട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അതിൻ്റെ നേട്ടമെങ്കിലും സംസ്ഥാനത്തിനുണ്ടാകുമായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ, നടന്നു വന്ന രക്ഷാദൗത്യത്തെ വൈകിപ്പിക്കുകയും പോലീസിനെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കേണ്ടി വന്നതിൽ DGP ബുദ്ധിമുട്ട് അറിയിക്കുകയും ചെയ്തു എന്നത് കൂടാതെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചതുമില്ല പ്രധാനമന്ത്രി. പിന്നെ എന്തിനായിരുന്നു ഈ തിരക്കിട്ട് പ്രധാനമന്ത്രി ഈ സമയത്ത് പരവൂരിലേക്ക് വന്നത് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാവുന്നത്. അതോടൊപ്പം അതിനു മുമ്പ് നമ്മുടെ റിയാസ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു വളരെ പ്രധാനമന്ത്രി വന്നത് വളരെ ആശ്വാസമായി എന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് റിയാസ് ചോദിച്ചു. റിയാസ് മനസ്സിലാക്കാനുള്ള കാര്യം, മുഖ്യമന്ത്രി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. യെച്ചൂരി വന്നതിലും ചെറിയ ആശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് കാര്യം കൂടി ഒന്ന് ഒരുമിച്ച് വിലയിരുത്തിയാൽ മനസ്സിലാവും. പിന്നെ DGP ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇത്രയും ഒരു വലിയൊരു സന്നിഗ്ധ ഘട്ടത്തില് വളരെ ഞാനൊന്ന് പറഞ്ഞോട്ടെ താങ്കൾ ഞാനൊന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ DGP പറഞ്ഞതില് ഈ സമയത്ത് ഇത് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ കേട്ടോണ്ടിരുന്നല്ലോ. എനിക്ക് പറയാനുള്ള അവസരം തരൂ. DGP പറഞ്ഞത് രാഷ്ട്രീയപരമായി ചില താല്പര്യങ്ങളുണ്ട്. പോലീസിന് ഉണ്ടായിട്ടുള്ള വീഴ്ച, പരവൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം ആരാണ് അതിന്റെ ഒന്നാം പ്രതി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പോലീസും ആഭ്യന്തര വകുപ്പുമാണ്. അപ്പൊ ആ വീഴ്ച മറച്ചു വയ്ക്കുന്നതിനും ആ ജാള്യത മറച്ചു വയ്ക്കുന്നതിനും ഇപ്പൊ ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് DGPയുടെ ലക്ഷ്യം. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. കളക്ടറും SP-യും കമ്മീഷണറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പരസ്പരം പോരടിക്കുന്നു. ആഭ്യന്തര സെക്രട്ടറിയും DGP-യും തമ്മിൽ പോരടിക്കുന്നു. ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും തമ്മിൽ പോരടിക്കുന്നു. ഇതൊരു ഏകോപനമില്ലാതെ ഒരു ഗവൺമെന്റ് ആണെന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചത്. അപ്പൊ ഇത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ പ്രധാനമന്ത്രിയുടെ വരവ്, പ്രധാനമന്ത്രി ഇത് ആദ്യമായിട്ടല്ലല്ലോ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഉത്തരാഖണ്ഡിൽ പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിയായിരുന്നപ്പോ
കാശ്മീരിൽ പോയിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഓഫീസ് പൂട്ടിയിട്ടിട്ട് സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തിക്കാതിരുന്ന സമയത്താണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതുപോലെ ചെന്നൈയിൽ പ്രളയമുണ്ടായപ്പോൾ അദ്ദേഹം പോയിട്ടുണ്ട്. ഇവിടെ വന്നത് കാഴ്ചക്കാരനായിട്ടല്ല, വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും വളരെ അദ്ദേഹത്തിന്റെ വരവിനെ ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. കാരണം വന്ന സമയത്ത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നത്. 22ഓളം വിദഗ്ധ ഡോക്ടർമാരെ, ഡൽഹിയിലെ 2 ഹോസ്പിറ്റലിലെ വിദഗ്ധരായ 22 ഡോക്ടർമാരെ, പൊള്ളൽ ചികിത്സയുടെ വിദഗ്ധന്മാരായ ഡോക്ടർമാരെ ഇവിടെ കൊണ്ടുവന്നു. 2 ഹെലികോപ്റ്റർ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ മിലിറ്ററിയുടെ 2 വിമാനങ്ങൾ കൊണ്ടുവന്ന്. ഏതെങ്കിലും കാരണവശാൽ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ ഡൽഹിയിലേക്കോ മറ്റേക്ക് എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. മിലിറ്ററിയുടെ ഇന്ത്യൻ നേവിയുടെ 2 കപ്പലുകൾ അവിടെ കൊല്ലം തീരത്തടുത്തു ആവശ്യമായ മെഡിസിൻ സംവിധാനങ്ങളുമായി. അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇതിന്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് നിയോഗിച്ചു. അതുപോലെ 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. 50,000 രൂപ പരിക്കേറ്റവർക്ക് പ്രഖ്യാപിച്ചു. എന്ത് സഹായം വേണമെങ്കിലും ഈ ഗവൺമെന്റ് തരണം, കേന്ദ്ര ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞു, എനിക്ക് കോൺവേ വേണ്ട, യാതൊരു പ്രോട്ടോക്കോളും വേണ്ട. ആ സംഭവ സ്ഥലത്തേക്ക് BJP നേതാക്കന്മാരെ പോലും കൂടെ കൊണ്ടുപോകാതെ സ്ഥലം MPയെയും MLAയും മാത്രം കൂട്ടി അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു വന്ന് നമ്മുടെ കൊല്ലം മെഡിക്കൽ കോളേജ്, കൊല്ലം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ കയറി പരിശോധന നടത്തി ആവശ്യമായ സഹായം വാഗ്ദാനം ചെയ്തത്. എതിർത്തില്ലെങ്കിലും നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? DGP പറഞ്ഞതിനെ സംബന്ധിച്ച് പ്രത്യേക ഉദ്ദേശമുണ്ട്, അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യമുണ്ട്. മറ്റൊരു കാര്യം, സെക്യൂരിറ്റി വീഴ്ച ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ തിരിച്ചുപോയി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സന്ദർശന സമയത്ത് ഏതെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു എങ്കിൽ ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞല്ലോ, അതിനെ ലംഘിച്ചാണ് വന്നതെന്ന് പറയുന്നതിൽ അതിനൊരു യുക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകാതെ അദ്ദേഹത്തിന്റെ സന്ദർശനം ഭംഗിയായി അദ്ദേഹം പൂർത്തീകരിച്ച് തിരിച്ചു പോകുകയും കേരളത്തിന് ആവശ്യമായ സഹായം ചെയ്ത ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയത് DGPയെ സംബന്ധിച്ചുള്ള ഈ വിഷയത്തിൽ നമുക്കറിയാം, നമ്മുടെ പോലീസിന്റെ ജോലിയുടെ ഭാഗമാണ് VVIP വിസിറ്റിന് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. ശരിയാണ്, DGP പറഞ്ഞ ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അപകടം നടന്നതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രധാനമന്ത്രി വരാൻ തീരുമാനമെടുക്കുന്നു. അതും ഒരു സ്ഫോടനം നടന്ന മേഖലയാണ്. അവിടെ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ സുരക്ഷ കുറെ കൂടി പ്രശ്നമാണ്. അത് ഒരുക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ള DGPയുടെ വാക്കുകൾ വസ്തുതാപരമാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതുമാണ്. അത് ഒരുക്കേണ്ടി വരും അത്തരം ഘട്ടങ്ങളിൽ. പക്ഷേ പ്രധാനമന്ത്രി ആ ഘട്ടത്തിൽ വരാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ വന്നത് ശരിയായില്ല എന്നോ ഒന്നും പറയാൻ DGPക്ക് കഴിയില്ല. അതാണ് DGPയുടെ പോലീസിന്റെ ചുമതലയിൽപ്പെട്ട ഒരു ജോലി കൂടിയാണ് ഈ VVIP സുരക്ഷ എന്ന് പറയുന്നത്. അത് കാലങ്ങളായി പോലീസ് ഇവിടെ നിർവഹിച്ചു പോന്നിട്ടുമുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഉന്നതർ, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉന്നതർ അവിടെ ചെല്ലും. അവരുടെ സുരക്ഷ ഒഴിവാക്കേണ്ടതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇതൊരു മാധ്യമത്തോട് പറഞ്ഞ് ഈ സമയത്ത് അതൊരു വാർത്തയൊക്കെ ആക്കി? ഒന്നാമത് DGP ഇവിടെ ആരോപണം നേരിടുകയാണ്. DGP അല്ലെങ്കിൽ പോലീസ് സംവിധാനം ഇവിടെ ആരോപണം നേരിടുകയാണ്. ആ ഘട്ടത്തിൽ ആർക്കെങ്കിലും ഇതൊരു കവറപ്പ് ഓപ്പറേഷൻ ആണോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? വിജയകുമാറെ, എനിക്ക് ഒന്ന് പറയാൻ അവസരം തരുമെങ്കിൽ ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായും. പലപ്പോഴും ഈ ഒരു ചെണ്ടയുടെ അവസ്ഥയാണ് ഈ പോലീസിന്. ഈ ആരെങ്കിലും കെട്ടിയിട്ടിട്ട് മർദ്ദിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും പോലീസിന്റെ സ്ഥിതി. നമ്മുടെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒരു മര്യാദയും മാന്യതയും ആ ഫോഴ്സിനോട് കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ ഒരു ദുരന്തം നടന്നിട്ട് അതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിയതും ചെയ്തതും ഇവിടുത്തെ പോലീസ് സംവിധാനമാണ് എന്ന് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ പോലീസിൻ്റെ ഒരുപാട് പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് കുറ്റാന്വേഷണം നടത്തണമെങ്കിൽ അവർ നടത്തണം, ലോ ആൻഡ് ഓർഡർ നടത്തണമെങ്കിൽ അവർ നടത്തണം, ട്രാഫിക് നിയന്ത്രിക്കുന്ന അവർ നടത്തണം, ഇവിടെ അപകടം നടന്നാൽ അതിനെ അവർ നിയന്ത്രിക്കണം. അതിനുള്ള ഫോഴ്സോ അതിനുള്ള സംവിധാനമോ അതിനുള്ള എണ്ണമോ അതിനുള്ള ഇതൊന്നും പോലീസിലില്ല. കോടതി കുറ്റപ്പെടുത്തുന്നത് പോലീസിനെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കുറ്റപ്പെടുന്നത് പോലീസിനെ, നിങ്ങൾ മാധ്യമങ്ങൾ വിചാരണ ചെയ്തതും കുറ്റപ്പെടുന്നതും പോലീസിനെ. എന്ത് തെറ്റ് ഇപ്പം ഞാൻ പറഞ്ഞു, ഫൈനലി ഇത്രയും വലിയൊരു ദുരന്തം നടന്നു, എല്ലാ പഴിയും വരുന്ന പോലീസിന് മേലിലാണ്, നടപടി പോലീസുകാർക്കെതിരെ ഉണ്ടാകുകയും ചെയ്യും, സത്യമാണ്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ വി ഷുഡ് ഷോ സം മെർസി. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ DGP പറഞ്ഞത് എന്താ? DGP പറഞ്ഞത് സത്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ എനിക്ക് അറിയില്ല ബഹുമാന ശ്രീ പത്മകുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന്. അമെൻഡഡ് SPG ആക്ടോ അല്ലെങ്കിൽ ബ്ലൂ ബുക്സോ പ്രകാരം
പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് ചെന്നാൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷയുടെ പേഴ്സണൽ ഉത്തരവാദിത്വം, വ്യക്തിപരമായ ഉത്തരവാദിത്വം ആ സംസ്ഥാനത്തിൻ്റെ DGPക്കുള്ളതാണ്. നരേന്ദ്രമോദിയെ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലെ ഇത്രയും VIP സുരക്ഷ വേണ്ട ഒരു VIP വരുന്നു എന്ന് കേവലം 2 മണിക്കൂർ മുമ്പുള്ള ഇൻഫർമേഷൻ വെരി വെൽ നമ്മുടെ പോലീസ് ക്യാൻ ഡൂ ദാറ്റ്. 2 മണിക്കൂർ കൊണ്ട് പോലീസിന് ചെയ്യാൻ പറ്റും. പക്ഷേ പോലീസ് എവിടെയാണ്? ഒരു ദുരന്ത ഭൂമിയിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ അവിടെ ഒരു കുറവ് വരുത്താൻ കഴിയുമോ? അവിടെ നിന്ന് 4 പോലീസുകാരെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുമോ? മറ്റ് അറേഞ്ച്മെന്റ്സിന് പോകാൻ കഴിയുമോ? അത്രമേൽ സഫീഷ്യന്റ് റിസോഴ്സസും കാര്യങ്ങളും നമ്മുടെ പോലീസിനുണ്ടോ? നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിനൊരു യഥാർത്ഥ വസ്തുത കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ഈ DGP അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പ്രയാസം ഡൽഹിയിലേക്ക് അറിയിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചില്ല എന്നിരിക്കട്ടെ. നരേന്ദ്രമോദി വന്നപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അടുത്ത ചർച്ചയുടെ വഴികൾ? എന്തായിരിക്കും അടുത്ത ചർച്ചയുടെ രീതികൾ? ബഹുമാന്യ ശ്രീ പത്മകുമാറടക്കം എന്ത് പറയും? സോ ഐ മീൻ ഇതിപ്പോ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിൽ ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ഒരു കാര്യം കൂടി പറയണ്ട വിജയകുമാർ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ബഹുമാന്യ റിയാസ് പറഞ്ഞു ഇവിടെ പോലീസിന് 5-8 ദിവസമായിട്ട് കാര്യങ്ങൾ അറിയാമായിരുന്നു, നടപടി എടുത്തില്ല എന്ന് ആദ്യം കുറ്റപ്പെടുത്തിയല്ലോ. 2002 ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞു. ഞാൻ ഈ സർക്കാരിന് മുമ്പ് 5 വർഷക്കാലം ഇടതുപക്ഷം അധികാരത്തിലിരുന്നപ്പോൾ ഈ രാജ്യത്തെ അമ്പലങ്ങളിൽ നടന്ന വെടിക്കെട്ട് മുഴുവൻ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? പിന്നെ കമ്മീഷണർ, എനിക്ക് ഉള്ള അറിവ് വെച്ച് ഞാൻ വളരെ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, കമ്മീഷണർ വളരെ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആചാരപരമായ വെടിക്കെട്ടാവാം, മത്സര വെടിക്കെട്ടിന് അനുമതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മത്സര വെടിക്കെട്ടാണോ അല്ലയോ? ശരിയാണ്, ബിഡ് നോട്ടീസ് വിതരണം ചെയ്തു. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അമ്പലം കമ്മിറ്റിക്കാർ പറയാണ് മത്സര വെടിക്കെട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഇല്ല, മത്സര വെടിക്കെട്ടുണ്ട് എന്ന് പറഞ്ഞ് പോലീസിന് കയറി പിടിക്കാൻ പറ്റുമോ? പറയുമ്പോൾ ശരിയാണെന്ന്. നമുക്കിപ്പോൾ എന്ത് ആരോപണം, എന്ത് ആക്ഷേപം ആർക്കെതിരെ പറയാം. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു മെറിറ്റ് കൂടി നോക്കണം. ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ദർ ഈസ് എ ലാപ്സ്, അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യവും നമ്മുടെ ഒരു അന്തരീക്ഷവും നമ്മളെല്ലാവരും വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പത്മകുമാർ, താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പൊതുയോഗം നടത്തുമ്പോൾ അത് നിരോധിക്കണമെന്നെങ്കിൽ പോലീസ് ആദ്യം ചെയ്യുന്ന എന്താ? മൈക്ക് ഓപ്പറേറ്റർക്ക് നോട്ടീസ് കൊടുക്കും. ആ മൈക്ക് ഓപ്പറേറ്റർക്ക് നോട്ടീസ് കൊടുത്തിട്ട് നിയമവിധേയമല്ല, അതുകൊണ്ട് നിങ്ങളുടെ പേര് നടപടിയെടുക്കുമെന്ന് പറയും. ഇതിൽ ഈ മത്സര കമ്മം നടത്തുമെന്ന് നോട്ടീസിൽ പ്രചരണം നടത്തി, മൈക്ക് പ്രചരണം നടത്തിയ സമയത്ത് ഇതിന്റെ കോൺട്രാക്ടർമാർക്ക് ആർക്കെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? പോലീസ് തയ്യാറായിട്ടുള്ള ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം DGPക്ക് അതിന്റെ ഉത്തരവാദിത്വം കൊണ്ട് ആരും എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒഫീഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷൻ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് സന്ദർശനം പൂർത്തിയാക്കി പോയതിനു ശേഷം ഇപ്പോൾ ഇതൊരു ന്യൂസ് ആക്കിയതിന്റെ ഉദ്ദേശം അതാണ്, അതിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തിപരമായ ഉദ്ദേശമുണ്ട് എന്ന് ജനങ്ങൾ സംശയിക്കുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. ഞാൻ 2 പേരിലേക്ക് വരാം. മുൻ ചീഫ് സെക്രട്ടറി ശ്രീ വിജയൻ ഉണ്ണി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിജയൻ ഉണ്ണി, താങ്കൾ എന്താണ് കരുതുന്നത് ഈ വിഷയത്തിൽ? അതായത് 2 ഉദ്യോഗസ്ഥർ തമ്മിൽ, ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അല്ലെങ്കിൽ IAS IPS ലോബി എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഈ 2 വിഭാഗത്തിലെ 2 ഉയർന്ന ആളുകൾ തമ്മിലുള്ള ശീതസമരം 1. 2, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സംഭവ സ്ഥലം സന്ദർശിച്ചതിൽ അനൗചിത്യമുണ്ട് ആ ദിവസം വന്നതിലെന്ന് DGP ഒരു മാധ്യമത്തോട് പറയുന്നു. ഒരു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ അത് വ്യക്തമാക്കി. അദ്ദേഹത്തെ കോട്ട് ചെയ്ത ആ പത്രം വാർത്ത നൽകുകയും ഇതുവരെ അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രധാനമന്ത്രി ആ സംഭവ സ്ഥലം സന്ദർശിക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? അത് സുരക്ഷ ഒരുക്കുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നത് ഒരു കാരണമായി പോലീസിന് പറയാൻ കഴിയുന്നതാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ശ്രീ വിജയൻ ഉണ്ണി, താങ്കൾക്ക് കേൾക്കാമോ? ഇല്ല, താങ്കളിലേക്ക് ഞാൻ പിന്നീട് മടങ്ങി വരാം. ശ്രീ മാത്യു, അവിടെ തന്നെയാണ് പ്രശ്നമെന്ന് എനിക്കും തോന്നുന്നു. ഇതൊരു ശരിയാണ്, പോലീസിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജോലി സ്ഥലത്തൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഭരണ മുന്നണിയോ ഭരണകക്ഷിയോ ആഭ്യന്തരമന്ത്രിയോ മാറുന്നതിനനുസരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അതൊന്നും ആർക്കും സംശയമില്ല. പോലീസിൻ്റെ ജോലി സന്നദ്ധതയോ അവരുടെ ത്യാഗ മനോഭാവത്തെയോ ഒന്നും കുറച്ച് കാണുകയല്ല. ഇവിടെ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ല ആദ്യം പറഞ്ഞത്, ആഭ്യന്തര സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിലുണ്ട്.
ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുമുണ്ട്. ഈ ആഭ്യന്തര സെക്രട്ടറിയോ ജില്ലാ കളക്ടറോ ഈ റിപ്പോർട്ടുകളൊന്നും നിഷേധിക്കാത്ത സാഹചര്യത്തിൽ ആ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ റിപ്പോർട്ടായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾക്കും അത് അറിവുള്ളതാണ്. മറ്റൊന്ന്, ഈ ഘട്ടത്തിൽ DGP അതൊരു വിവാദമാക്കുന്നത് DGPയുടെ ഈ വിശദീകരണം തന്നെയാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി വന്നു മടങ്ങി, രക്ഷാദൗത്യം അവസാനിച്ചു, ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ജോലികൾ വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഇതിനൊക്കെ ഈ വിവാദങ്ങൾക്കൊക്കെ ആക്കം കൂട്ടാനല്ലേ ഇത്തരം പ്രസ്താവനകളൊക്കെ ഉപകരിക്കൂ? വിജയകുമാർ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ എല്ലാം എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. എപ്പോഴും DGP തന്നെ ബ്രീഫ് ചെയ്തിട്ടായിരിക്കണം ആ വാർത്ത വന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇൻക്വിസിറ്റോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ മറ്റു പല കാര്യങ്ങളും അല്ലെങ്കിൽ DGP ഇവിടുന്ന് പാസ് ഓൺ ചെയ്ത മെസ്സേജും കാര്യങ്ങളും ഒക്കെ പിന്നീട് അതിൻ്റെ ദിവസം റെലവൻ്റ് ആയിട്ടുള്ള ദിവസം കഴിയുമ്പോൾ പുറത്തു വരികയും അത് വാർത്തയാവുകയും അത് അവരുടെ ഒരു എക്സ്ക്ലൂസീവായി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല DGP പർപ്പസ്ഫുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി പറഞ്ഞായി ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ എനിക്കതങ്ങനെ മനസ്സിലായിട്ടില്ല. അത് ഒരു മാധ്യമത്തിൽ ഈ സംഭവം വന്നു, അത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം സത്യമാണ്. കാരണം DGP ഇതിൻ്റെ ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രയാസം ഡൽഹിക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. ഹി ഡിഡ് ഹിസ് ഡ്യൂട്ടി, സോ ദാറ്റ് കെയിം ഔട്ട് സം ഹൗ. അതിപ്പോൾ വാർത്തയായതിൻ്റെ അർത്ഥം DGP ഇപ്പോൾ ഇതെല്ലാം കവറപ്പ് ചെയ്യാൻ വേണ്ടി DGP വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ഈ സാധനം പുറത്തു വിട്ടു എന്നല്ല. അത്രയൊന്നും ആ ഒരു നിലയിലൊന്നും ഇതിനെ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാനും സാധ്യതയില്ല. ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ, അവരൊന്നും നമ്മൾ അത്രയും കുറച്ച് കാണരുത് ഒരു കാരണവശാലും. അതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, എന്ത് വലിയൊരു പ്രഷറായിരിക്കും. ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി, അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തണം, അവർക്കെതിരെ നടപടി എടുക്കണമായി. ഓൾറെഡി 14 പേരെയോളം അറസ്റ്റ് ചെയ്തു. അതിൻ്റെ മറ്റ് വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ബ്രീഫ് ചെയ്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അത്രയും ചെറുതാക്കി നമ്മൾ ഈ പദവികളെയോ ഈ വ്യക്തികളെയോ ഒക്കെ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മളൊരു ദുരന്തം കഴിഞ്ഞ് നിൽക്കുകയാണ്. വി ഹാവ് ലോട്ട് ഓഫ് ലെസൺസ് ടു ലേൺ. നമുക്കിതിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിന് സുരക്ഷയും അതുപോലെ തന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന വികാരം എന്താണ്? സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ നമ്മൾ കണ്ടില്ലേ? നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് ഫസ്റ്റ്. നമ്മൾ പൊതുസമൂഹം എന്ന് പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ സെൻസിറ്റീവായി നിൽക്കുകയാണ്. ലോ എന്ന് പറയുന്നത് ആരെങ്കിലും മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നതല്ല. ലോ എന്ന് പറയുന്നത് ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിൽ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ വില്ല് ആണെങ്കിലാണ് ലോ അതുപോലെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് ആർക്കും അതിൻ്റെ എസ്പെഷ്യലി ഒരു ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ സൊസൈറ്റിയുടെ ഒരു ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ലോയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും പല രീതിയിലും ഈ രാജ്യത്തുള്ള പല നിയമങ്ങളും ലംഘിക്കപ്പെടുന്നത് നിയമ സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അത് പല സന്ദർഭങ്ങളിലും അതിനെ കണ്ണടക്കി അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അത് സംഭവിക്കുന്നതാണ്. ഇവിടെ മാത്രം ഈ ഒക്കേഷനിൽ മാത്രം സംഭവിക്കുന്നതോ അല്ല. അതൊരു കോമൺ കോഴ്സിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു വലിയൊരു പരിധി വരെയുള്ള കാരണം നമ്മുടെ സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിന് ഇന്നും മാറ്റം വന്നിട്ടില്ല. അതിന് മാറ്റം വരുത്താൻ വേണ്ട രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകളാണ് നമ്മൾക്ക് ഭാവിയിലേക്ക് ഗുണപ്പെടുക. പക്ഷേ ഇന്നത്തെ ഒരു DGP അക്കാര്യത്തിൽ നൽകിയ വിശദീകരണം, അതിൽ അദ്ദേഹത്തെ കോട്ട് ചെയ്ത് ഏതാണ്ട് 2 പാരഗ്രാഫോളം ഉണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഞാനത് മുഴുവൻ വായിക്കുന്നില്ലാത്തത് കൊണ്ടാണ്. അത് ഇന്ന് പത്രം ഇറങ്ങി 24 മണിക്കൂറായി DGP നിഷേധിച്ചിട്ടും ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ആധികാരികതയിൽ നമ്മൾ ആരും സംശയിക്കാത്തതായി. ശ്രീ മുഹമ്മദ് റിയാസ്, DGP പറഞ്ഞതിൽ നമ്മൾ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതല്ലേ? അദ്ദേഹത്തോട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കോൾ വരുമ്പോൾ അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചിരുന്നു, SPGയോട് വിശദീകരിച്ചിരുന്നു. ഇവിടുത്തെ നിലവിലുള്ള സിറ്റുവേഷൻ, പോലീസിന് സുരക്ഷ നൽകുന്നതിലുള്ള പരിമിതിയും അറിയിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്ന് തന്നെ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിക്കും എന്ന നിലയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് കൂടുതൽ സംസാരത്തിനോ തർക്കത്തിനോ ഒന്നും സാധ്യതയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പ്രധാനമന്ത്രി വരാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കിയത്. ഇക്കാര്യത്തിൽ അതായത് വെള്ളം കുടിക്കാൻ പോലും പോലീസ് സേനാംഗങ്ങൾക്ക് പോകാൻ പറ്റാത്തത്ര പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിലേക്ക് ഒരു VVIP അവിടെ വരുമ്പോൾ ആ പോലീസ് സേനയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് DGP ചൂണ്ടിക്കാണിച്ചു എന്നത് ഒരു വലിയ തെറ്റാണോ? അത് തെറ്റല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നിയമപരമായിട്ടാണ് ചെയ്തത്. പക്ഷേ വിജയകുമാർ, ഒരു കാര്യം പറയാനുണ്ട്. ഈ ചർച്ചയിൽ
ഈ കരയുന്ന കുട്ടിക്ക് ചോറുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം കൂടുതൽ സമയം കൊടുത്തിട്ടുള്ളത് മാത്യുവിനാണ്. മാത്യു ഇടയിൽ കയറി പറയാൻ അവസരം തരണം, എന്നാലേ ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ 2-3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉന്നയിച്ചിരുന്നു. അതിൽ ശ്രീ വിജയകുമാർ നമ്മുടെ പത്മകുമാർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കയറി ഇടപെട്ടതല്ല. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു പെശക് ചൂണ്ടിക്കാട്ടിയതാണ്. അങ്ങനെ ചർച്ചയിൽ കയറി ഇടപെടുന്ന രീതി എനിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞ പെശക് വളരെ ഗൗരവമാണ്, നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പ്രധാനമന്ത്രിക്ക് വന്നത് ആശ്വാസമാണ്, സീതാറാം യെച്ചൂരി വന്നത് ആശ്വാസമാണ്. അതിലൊരു വൈരുദ്ധ്യമുണ്ട്. സീതാറാം യെച്ചൂരി വന്ന് 2ാം ദിവസം, അദ്ദേഹം രാജ്യസഭാ അംഗം കൂടിയാണ്. 2ാം ദിവസം വന്നപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് 1ാം ദിവസം വന്നില്ല എന്ന് തുറന്നു പറഞ്ഞു. കാരണം സുരക്ഷാ സംവിധാനത്തിൽ ഞാൻ കാരണം, Z കാറ്റഗറിയിലുള്ള ഒരാൾ കാരണം പാളിച്ച ഉണ്ടാകരുത്. അത് പറഞ്ഞതിലെല്ലാം ഉണ്ട്. രണ്ടാമത് മുഖ്യമന്ത്രി അത് പറയുന്നത് പ്രധാനമന്ത്രിയെ ന്യായീകരിക്കാൻ കൂടിയാണ്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ശക്തമായിട്ട് പറയുന്നില്ല? ഇത് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമല്ലേ? ഇവിടെ പ്രധാനമന്ത്രി വരുന്നതിൽ ആർക്കും വിരോധമില്ല, എപ്പോഴും വരണം, കേരളത്തിൽ ഇടക്കിടക്ക് വരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തമുള്ള സമയത്ത് ഇങ്ങനെ വന്നതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടായത് എന്ത് എന്നുള്ളത് കൊല്ലത്ത് ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർക്കുണ്ടായ അനുഭവം ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് എത്ര നേരം പ്രധാനമന്ത്രി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു എന്ന് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ പ്രധാനമന്ത്രി എത്തട്ടെ എന്നിട്ട് മാറ്റാമെന്നുള്ള അഭിപ്രായം വന്നു. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ DGPയുടെ വിഷയം നിയമപരമായി ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. ഇവിടെ മാത്യു പോലീസ് നടത്തിയ സേവനം കുറെ പറഞ്ഞു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സേവനം ആരാ ചെറുതായി കാണുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ദുരന്തമുണ്ടായതിനു ശേഷം പോലീസ് മറ്റ് സംഘടനകളെ പോലെ തന്നെ സേവന പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഞാൻ റേസ് ചെയ്ത വിഷയവും സമൂഹം റേസ് ചെയ്യുന്ന വിഷയം എന്താ? സമൂഹം ചോദിക്കുന്ന ചോദ്യം ദുരന്തം ഉണ്ടായതിനു ശേഷമുള്ള പോലീസിനല്ല, ദുരന്തം ഒഴിവാക്കാൻ പോലീസ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതിൽ നിന്ന് മാത്യു വളരെ ബോധപൂർവം സ്കിപ്പ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ദുരന്തം ഒഴിവാക്കാൻ പോലീസ് എന്ത് ചെയ്തു? അത് സാധാരണ പോലീസുകാരനെയല്ല ഇവിടെ പറയുന്നത്, ഒരു സബ് ഇൻസ്പെക്ടറെ അല്ല പറയുന്നത്, ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ അല്ല പറയുന്നത്, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, പോലീസിന്റെ ജില്ലാ തലവൻ എന്ത് ചെയ്തു? ജില്ലാ തലവൻ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? അതിന് മന്ത്രിതലത്തിൽ ഇടപെട്ടില്ലേ എന്നുള്ള ചോദ്യം. അത് ചോദിക്കുമ്പോൾ സാധാരണ പോലീസുകാർ നടത്തിയ സേവനം പറഞ്ഞുകൊണ്ട് വൈകാരിക അന്തരീക്ഷം സൃഷ്ടിച്ച് യഥാർത്ഥ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കരുത് മാത്യു. വളരെ ഗൗരവമുള്ള വിഷയമാണ്, അതിഗൗരവമായ വിഷയം. ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തമാണ്, ഒഴിവാക്കാമായിരുന്ന ദുരന്തം. അതുകൊണ്ട് തന്നെ ഇവർ മരണപ്പെട്ടതല്ല, അവർ കൊല്ലപ്പെട്ടതാണ്. അവരെ കൊലപ്പെടുത്തിയത് ഈ സിസ്റ്റമാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇതിന്റെ കാരണക്കാരെ കണ്ടെത്തണം. കാരണക്കാരെ കണ്ടെത്തിയാലേ മേലിൽ ഇത് ആവർത്തിക്കാതെ പോവുകയുള്ളൂ. അപ്പൊ മുമ്പ് നിങ്ങൾ ഭരിക്കുമ്പോഴും ഇങ്ങനെ ഇല്ലേ എന്നുള്ളൊക്കെ ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നു. അതാണോ ഇതിനുള്ള ഉത്തരം? അതല്ല ഇതിനുള്ള ഉത്തരം. മുമ്പ് കമ്പക്കെട്ട് മത്സരം എന്ന് പറഞ്ഞ് നോട്ടീസ് വിതരണം ചെയ്യുന്നു. ഒരു കലക്ടർ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥിതി LDF ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്യു കൊല്ലം വെച്ച് പറയും. ഒരു ജില്ലാ കലക്ടർ ഇത് അപകടമുണ്ടാകും, പ്രത്യേകിച്ച് ഇങ്ങനെ വരൾച്ചയും കഠിന ചൂടുമുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കമ്പക്കെട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടും കമ്പക്കെട്ട് മത്സരം എന്ന് പറഞ്ഞ് നോട്ടീസ് ചെയ്യുന്ന ഒരു അനുഭവം കേരളത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടോ? ഒന്നാമത് ഇതുപോലെ ടെമ്പറേച്ചർ, ഒരു ചൂട് കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. ഞാനൊന്നും ജനിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ല, മാത്യു ജനിച്ചതിന് ശേഷവും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ ഇതുപോലെ ഒരു കമ്പക്കെട്ട് പാടില്ല എന്ന് കലക്ടർ പറയുമ്പോൾ മുമ്പ് LDF ഭരിക്കും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതാണോ ശരി? ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ നിന്നും ഇത് ദേശീയ ദുരന്തം ഉൾപ്പെടെ പ്രഖ്യാപിക്കുവാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം പ്രധാനമന്ത്രിയോടൊരു സോഫ്റ്റ് നിലപാട് എടുത്തത് എന്തിന് എന്ന ചോദ്യവും തെരഞ്ഞെടുപ്പും തമ്മിൽ ബന്ധമുണ്ടോ എന്നുൾപ്പെടെ ന്യൂ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി അത് പരിശോധിക്കണം. ഒരു സോഫ്റ്റ് നിലപാട് BJPയോടും RSSനോടും കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുക്കുന്നതിന്റെ ഭാഗമല്ലേ നരേന്ദ്രമോദി ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചിട്ടും മോഡി വന്നത് ആശ്വാസമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നുള്ള ചോദ്യം സമൂഹത്തിന് വേണ്ടി ഞാനിവിടെ ഉയർത്തുകയാണ്. ശ്രീ പത്മകുമാർ, താങ്കൾ നേരിട്ട് മറുപടി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് റിയാസ് ഉന്നയിച്ചത്. മറുപടി പറയാം. ഇല്ല, അതില് അദ്ദേഹം ഈ കൊല്ലം ജില്ലയിൽ ചെന്ന് CPMന്റെ അണികളോട് ചോദിച്ചു നോക്കണം. പ്രധാനമന്ത്രി വന്നപ്പോൾ അവിടെ ഉണ്ടായ അവരുടെ അനുഭവം എന്താണെന്ന് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ രാജ്യം ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നൊരു തോന്നല് അവിടെയുള്ള ആളുകൾക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി വന്ന സമയത്ത് ഒരു ചാനൽ കാണിച്ചതാണ്, പൊള്ളലേറ്റ ആളുകളെ ചികിത്സിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി വരണം എന്നറിഞ്ഞുകൊണ്ടാണ് ആ വാർഡ് ക്ലീൻ ചെയ്യാൻ തയ്യാറായത്, ഫാൻ ഇടാൻ തയ്യാറായത്, ഫോട്ടോ സഹിതം അന്ന് കൊല്ലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിയാസ് എന്ന് വെച്ച് നോക്കട്ടെ. പിന്നെ അവിടെ
ഒരാളും പറയില്ല. ഇദ്ദേഹം പറയുന്നത് ശുദ്ധ അസംബന്ധവും അസത്യവുമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രധാനമന്ത്രി വന്ന് ആവശ്യമുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ വന്ന് ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുകയല്ലോ, അതിനുള്ള കാര്യകാരണം സഹിതം പ്രധാനമന്ത്രി ഈ കേരള ഗവൺമെന്റ് അപ്രോച്ച് ചെയ്യണം. അതിന് ഇന്നലെ സർവകക്ഷി യോഗം ഐകകണ്ഠേന തീരുമാനമെടുത്ത് കേന്ദ്ര ഗവൺമെന്റിന് അതിന്റെ അടുത്തേക്ക് അതുമായുള്ള കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഒരിക്കലും പ്രഖ്യാപിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കേരളത്തിൽ ദുരന്തം, വെടിക്കെട്ട് ദുരന്തം നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. 107 പേരുണ്ടായിട്ടില്ലെങ്കിലും 102 പേര് പുല്ലുമേട് ദുരന്തത്തിൽ മരിച്ചില്ലേ? അത് ഏതെങ്കിലും പ്രധാനമന്ത്രി വന്നോ? ഏതെങ്കിലും ആശ്വാസം കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായോ? ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ പ്രധാനമന്ത്രി ഈ ദുരന്തമുഖത്തേക്ക് വരികയും ആശ്വാസ വാക്കുകൾ പറയുകയും അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കുറച്ച് കണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. പിന്നെ ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങളിത് ആലോചിച്ചോക്കെ. DGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, അന്ന് കൊല്ലം ജില്ലയിൽ 30 ക്ഷേത്രങ്ങളിൽ ഉത്സവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മതിയായ ഫോഴ്സിനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. 6 പേരെ നിയോഗിച്ച ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലുണ്ട്. 6 പേരെ ഡ്യൂട്ടി ഇട്ടവര് 8 മണിയായപ്പോൾ അത് ഡ്യൂട്ടി മതിയാക്കി വീട്ടിൽ പോയ പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. അതിൽ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിലാണ്. അതാണ് അവർ മറുപടി പറയേണ്ടത്. പിന്നെ ഇനി ഉത്സവം നടത്തുമ്പോഴും ജാഥ നടത്തുമ്പോഴും കല്യാണം വരുമ്പോഴൊക്കെ പോലീസിന്റെ ആവശ്യത്തിന് പോലീസിനെ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ ജോലിയല്ലല്ലോ. ഈ 57 മുതൽ മാറി മാറി ഭരിച്ചവരല്ലേ അവര്. എന്തുകൊണ്ട് പോലീസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തില്ല? അതിന്റെ ഉത്തരവാദിത്വം ഈ 2 മുന്നണികൾക്കുമുണ്ട്. പോലീസിൽ ആവശ്യമായ അംഗസംഖ്യ ഉണ്ടാക്കേണ്ടത് ഇവരുടെ ചുമതലയാണ്, ജനങ്ങളുടെ ചുമതലയല്ല. അമ്പല കമ്മിറ്റിക്കാരുടെയും പള്ളി കമ്മിറ്റിക്കാരുടെയും ചുമതലയല്ല. ആവശ്യത്തിന് പോലീസിന് സംവിധാനം ഉണ്ടാക്കുക, ആളുണ്ടാക്കുക. അതിന്റെ ഉത്തരവാദിത്വം ഈ 2 മുന്നണികൾക്കുമുണ്ട്. ആ ജാള്യത മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ ചാനൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ മാത്യു കുഴൽനാടൻ ഇപ്പോൾ ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നില്ല. റിയാസ്, സമയപരിധി മൂലം ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ച അപൂർണതയിലാണ് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിലും സമയപരിധി മൂലം ഞാൻ ഇടപെടുകയാണ്. പറഞ്ഞോളൂ ശ്രീ റിയാസ്, താങ്കൾ എന്താണ് അവസാനം പറഞ്ഞത്? ഇന്ത്യയിൽ ആവശ്യാർത്ഥമുള്ള പോലീസ് ഇല്ലാത്ത ഒഴിവ് ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഗുജറാത്താ. അവിടെ ഇടതുപക്ഷമായിരുന്നു ഭരിച്ചത്. നരേന്ദ്രമോദിയല്ലേ 10 കൊല്ലം മുഖ്യമന്ത്രിയായത്. ആ കഥയിലേക്കും കണക്കിലേക്കൊന്നും പോകണ്ട. തോന്നുകയാണ് ഏറ്റവും ശക്തമായ പോലീസുള്ള, ഏറ്റവും ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള ഒരു സംസ്ഥാനം. ഇനി ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടത്തേണ്ടതില്ല. സമയപരിധി മൂലം അവിടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത മാത്യു കുഴൽനാടൻ, JR പത്മകുമാർ, മുഹമ്മദ് റിയാസ്, എല്ലാവർക്കും നന്ദി.